ഹലോ നമസ്കാരം. ഇൻസൈറ്റ് 360 എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു എക്സാമിൻ്റെ അപ്ഡേഷൻസ് ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇതുപോലെ അപ്ഡേഷൻസിനായിട്ട് ഇൻസൈറ്റ് 360യുടെ യൂട്യൂബ് ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യും, ഫോളോ ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിലൂടെ ഒന്ന് ഷെയർ ചെയ്യാനായിട്ട് മറക്കരുത്. കർണാടക കോമൺ എൻട്രൻസ് ടെസ്റ്റ് KCET 2026ൻ്റെ എക്സാമിനെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ടൊരു വീഡിയോ ആണിത്. അപ്പോൾ കർണാടകയിലെ പ്രശസ്തമായിട്ടുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിങ്ങൾക്ക് എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഫാർമസി, അഗ്രികൾച്ചർ, വെറ്റിനറി തുടങ്ങിയ പ്രൊഫഷണൽ കോഴ്സുകളിൽ നിങ്ങൾ പ്രവേശനം നേടാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളാണ് എന്നുണ്ടെങ്കിൽ ഈ കർണാടക സംസ്ഥാന ഗവൺമെന്റ് നടത്തുന്ന പരീക്ഷയാണ് KCET എന്ന് പറയുന്ന എക്സാം. അപ്പോൾ കർണാടക എക്സാമിനേഷൻ അതോറിറ്റി KEA വർഷത്തിൽ ഒരിക്കൽ നടത്തുന്ന ഈ ഒരു എക്സാം സംസ്ഥാനതല പരീക്ഷ കുറഞ്ഞ ചെലവിൽ മികച്ച വിദ്യാഭ്യാസം ഉറപ്പാക്കാനായിട്ട് വിദ്യാർത്ഥികളെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ 2026 പരീക്ഷാ നടപടികൾ ആരംഭിക്കാനിരിക്കെ അതിൻ്റെ തീയതികളും രീതികളും എല്ലാം തന്നെ നിങ്ങൾ മുൻകൂട്ടി മനസ്സിലാക്കി അതിൻ്റെ അപ്ലിക്കേഷൻസ് അടുത്ത് തന്നെ ഓപ്പൺ ആവും. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് പ്രോപ്പർ ആയിട്ടുള്ള ഒരു നോളജ് നിങ്ങൾക്ക് ഉണ്ടാവണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. പല കുട്ടികളും നമ്മളോട് വിളിച്ച് ചോദിച്ചിരുന്നു KCET എക്സാമിൻ്റെ അപ്ലിക്കേഷൻ ഓപ്പൺ ആയോ എന്നുള്ളത്, എന്തൊക്കെയാണ് അതിൻ്റെ പ്രിക്കോഷൻസ് എടുക്കേണ്ടത്. അപ്പോൾ ഇതിനെക്കുറിച്ചിട്ട് ഇതിനകത്ത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ ചെയ്യാം. ഇതിനകത്ത് നിങ്ങളുടെ വിദ്യാഭ്യാസ യാത്രകളെ എൻട്രൻസ് പരീക്ഷകൾ അല്ലെങ്കിൽ സ്കോളർഷിപ്പ് ആപ്ലിക്കേഷൻസുകൾ, അഡ്മിഷൻ, കരിയർ ഗൈഡൻസ് നടപടികൾ, നിങ്ങളുടെ വിദ്യാഭ്യാസ ഭാവി നിർണ്ണയിക്കുന്ന എല്ലാ കാര്യങ്ങളും ഇനി ഈ ഒരു സിംഗിൾ ആപ്പിലൂടെ തന്നെ നിങ്ങൾക്ക് ലഭിക്കും. ഇൻസൈറ്റ് 360 ആപ്പ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്താൽ ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ, നിങ്ങളുടെ ലക്ഷ്യങ്ങൾക്ക് അനുയോജ്യമായ കോഴ്സ് ഗൈഡൻസുകളും എല്ലാ പുതിയ അപ്ഡേറ്റുകളും ഡെഡ് ലൈനുകളും നിങ്ങൾക്ക് നഷ്ടപ്പെടാതെ തന്നെ ലഭിക്കും. ഇനി പഠന ലോകത്തിലെ ആശയക്കുഴപ്പങ്ങളെല്ലാം തന്നെ മാറ്റി നിങ്ങളുടെ ഭാവിയിലേക്ക് വഴികാട്ടിയായിട്ട് ഇൻസൈറ്റ് 360 നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. ഇതിനായിട്ട് ഇൻസൈറ്റ് 360 ആപ്പ് ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. ഇതൊരു റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഗവൺമെൻറ് റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഒരു ആപ്പാണ്. പ്ലേ സ്റ്റോറിനകത്ത് നിങ്ങൾക്ക് ഡയറക്റ്റ്ലി ഇത് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. എന്താണ് KCET എക്സാം? എഞ്ചിനീയറിംഗ്, ടെക്നോളജി അല്ലെങ്കിൽ ബാച്ചിലർ ഓഫ് ഫാർമസി, ഡിപ്ലോമ ഇൻ ഫാർമസി, അഗ്രികൾച്ചറൽ കോഴ്സുകൾ, ഫാം സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകൾ, വെറ്റിനറി കോഴ്സുകൾ എന്നിവയിലേക്കുള്ള പ്രവേശനത്തിനായിട്ടുള്ള പരീക്ഷ നടത്തുന്നതാണ് ഈ KCET എന്ന് പറയുന്നത്. ഇതിനകത്തൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, മെഡിക്കൽ അല്ലെങ്കിൽ ഡെന്റൽ, ആയുർവേദ, യുനാനി, ഹോമിയോപ്പതി കോഴ്സുകൾ ആഗ്രഹിക്കുന്നവർ നീറ്റ് പരീക്ഷ ആണ് ഇതിനകത്ത് യോഗ്യയായിട്ട് നേടേണ്ടത്. ആർക്കിടെക്ചർ കോഴ്സുകൾ ഉണ്ടെങ്കിൽ JEE മെയിൻ പേപ്പർ 2 അല്ലെങ്കിൽ നാറ്റ് സ്കോർ നിർബന്ധമാണ്. അപ്പോൾ ഇവർക്ക് KCET കൗൺസിലിങ്ങിൽ പങ്കെടുക്കാം. അപ്പോൾ വിവിധ പ്രൊഫഷണൽ കോഴ്സിലേക്കുള്ള യോഗ്യതാ മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. കർണാടക കോമൺ എൻട്രൻസ് ടെസ്റ്റ് വഴി പ്രവേശനം നേടാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ ഓരോ കോഴ്സിനും നിശ്ചയിച്ചുള്ള വിദ്യാഭ്യാസ യോഗ്യതകൾ താഴെ പറയുന്നവയാണ്. ഇപ്പോൾ BR കാണുന്നുണ്ടെങ്കിൽ 12ാം ക്ലാസ് പരീക്ഷയോ അതിന് തുല്യമായൊരു പരീക്ഷയോ, ഇംഗ്ലീഷ് ആയിരിക്കും, ഒരു ഭാഷയായി പഠിച്ച് നിങ്ങൾ വിജയിച്ചിട്ടുണ്ടായിരിക്കണം. ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് എന്നീ വിഷയങ്ങൾ കുറഞ്ഞത് നിങ്ങൾക്ക് ഒരു 50% മാർക്ക് ഉണ്ടായിരിക്കണം. 12ാം ക്ലാസ്സിലെ മൊത്തം വിഷയങ്ങൾക്ക് ഒരു 50% മാർക്കും ലഭിച്ചിട്ടുണ്ടായിരിക്കണം. സംവരണ വിഭാഗക്കാരാണെന്നുണ്ടെങ്കിൽ ഒരു 45% മാർക്ക് നിങ്ങൾക്ക് മതിയാവും. കൂടാതെ JEE മെയിൻ പേപ്പർ സെക്കൻഡ് അല്ലെങ്കിൽ നാറ്റ് പരീക്ഷാ സ്കോറും ആവശ്യമാണ്. ഇനി B അല്ലെങ്കിൽ BTech പ്രോഗ്രാംസുകളാണെങ്കിൽ 12ാം ക്ലാസ് പരീക്ഷയ്ക്ക് ഇംഗ്ലീഷ് ഒരു ഭാഷയായി പഠിച്ച് നിങ്ങൾ വിജയിച്ചിട്ടുണ്ടായിരിക്കണം. ഫിസിക്സ്, മാത്തമാറ്റിക്സ് എന്നിവയോടൊപ്പം കെമിസ്ട്രി, ബയോടെക്നോളജി, ബയോളജി, ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് എന്നിവയിൽ ഏതെങ്കിലും ഒരു വിഷയം കൂടി ചേർത്ത് ടോട്ടൽ ഒരു 45% മാർക്ക് നിങ്ങൾ നേടിയിട്ടുണ്ടായിരിക്കണം. സംവരണ വിഭാഗക്കാരാണെങ്കിൽ 40% മാർക്ക് മതിയാവും. ഇനി ഫാം സയൻസ് കോഴ്സുകൾ, അതായത് BC ഹോണേഴ്സ് അഗ്രികൾച്ചറൽ അല്ലെങ്കിൽ ഹോർട്ടിക്കൾച്ചറൽ അത്തരത്തിലുള്ള കോഴ്സുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ BC അഗ്രികൾച്ചറൽ, സെറികൾച്ചർ, ഹോർട്ടിക്കൾച്ചർ, ഫോറസ്ട്രി, ബയോടെക്നോളജി, കമ്മ്യൂണിറ്റി സയൻസ്, ഫുഡ് ടെക്നോളജി, ഡയറി ടെക്നോളജി, ഫിഷറീസ് തുടങ്ങിയ കോഴ്സുകൾക്കൊക്കെ ആണെങ്കിൽ 12ാം ക്ലാസ് പരീക്ഷയിൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ്, ബയോളജി എന്നീ വിഷയങ്ങൾ പഠിച്ച് നിങ്ങൾ വിജയിച്ചിട്ടുണ്ടായിരിക്കണം. ഇനി വെറ്റിനറി സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകൾ ഇതിനകത്ത് 12ാം ക്ലാസ് പരീക്ഷയിൽ നിങ്ങൾ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി അല്ലെങ്കിൽ ഇംഗ്ലീഷ് എന്നീ വിഷയങ്ങൾ കുറഞ്ഞത് ഒരു 50% മാർക്ക് നിങ്ങൾ നേടിയിട്ടുണ്ടായിരിക്കണം. സംവരണ വിഭാഗക്കാരാണെങ്കിൽ 40% മാർക്ക് മതിയാവും. ഇനി BPharm കോഴ്സുകളാണെങ്കിൽ 12ാം ക്ലാസ് പരീക്ഷയിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി അല്ലെങ്കിൽ മാത്തമാറ്റിക്സ് എന്നിവ പഠിച്ച് ഒരു 45% മാർക്ക് നിങ്ങൾ വാങ്ങി വിജയിച്ച സ്റ്റുഡൻസ് ആയിരിക്കണം. സംവരണം ഉള്ളവരാണെങ്കിൽ ഒരു 40% മതിയാവും. ഫാർമസി കൗൺസിൽ അംഗീകരിച്ച ഡിപ്ലോമ ഇൻ ഫാർമസിക്ക് 45% മാർക്കോടെ നിങ്ങൾ പൂർത്തിയാക്കിയവർക്ക് അപേക്ഷിക്കാൻ പറ്റും. ഇനി BPharm സെക്കൻഡ് ഇയർ ലാറ്ററൻട്രി വഴി കയറുന്നവരാണെങ്കിൽ ഫാർമസി കൗൺസിൽ അംഗീകരിച്ച സ്ഥാപനത്തിൽ നിന്ന് ഡിപ്ലോമ ഇൻ ഫാർമസി പരീക്ഷ 45% മാർക്കോടെ വിജയിച്ചവർക്ക് BPharm സെക്കൻഡ് ഇയറിലോട്ട് നേരിട്ട് പ്രവേശനം ലഭിക്കും. അപ്പോൾ സംവരണ വിഭാഗക്കാർക്ക് ഇത് 40% മാർക്ക് മതിയാവും.
ഇനി DPharm കോഴ്സുകൾ 12ാം ക്ലാസ് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി അല്ലെങ്കിൽ മാത്തമാറ്റിക്സ് പഠിച്ച് നിങ്ങൾ വിജയിച്ചിട്ടുണ്ടായിരിക്കണം. ഫാർമസി കൗൺസിൽ അംഗീകരിച്ച ഡിപ്ലോമ ഇൻ ഫാർമസി പൂർത്തിയായവർക്കും ഇത് അപേക്ഷിക്കാം. അതുപോലെ നാച്ചുറോപ്പതി ആൻഡ് യോഗ റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകൾ 12ാം ക്ലാസ് പരീക്ഷയിൽ നിങ്ങൾ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നീ വിഷയങ്ങൾ പഠിച്ച് ഇംഗ്ലീഷ് എന്ന ഒരു സബ്ജക്റ്റും കൂടി പഠിച്ച് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നിവയ്ക്ക് മൊത്തം ഒരു 50% മാർക്ക് നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടായിരിക്കണം. സംവരണ വിഭാഗക്കാരാണെങ്കിൽ 40% മാർക്ക് മതിയാവും. ഈ ഒരു വീഡിയോ കുറച്ച് ലെങ്തിയാണ്. ഇതിൻ്റെ അപേക്ഷ പ്രക്രിയകൾ എങ്ങനെയാണെന്നുള്ളതെല്ലാം നെക്സ്റ്റ് ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് വീഡിയോ വരുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള അപ്ഡേഷൻസിനായിട്ട് ഇൻസൈറ്റ് 360യുടെ സോഷ്യൽ മീഡിയ പേജസുകളെല്ലാം തന്നെ ഫോളോ ചെയ്യുക. ഒപ്പം ഇൻസൈറ്റ് 360 ആപ്പും കൂടി നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ആൻഡ് ക്ലാരിഫിക്കേഷൻസിനായിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഡയറക്റ്റ്ലി നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്.